മലപ്പുറം കാളികാവിൽ കണ്ണൻകൈ ഭാഗത്ത് കടുവയെ ദൗത്യ സംഘം കണ്ടു. 4 ടീമുകളായി നിരീക്ഷിക്കുന്നു. മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കടുവ ദൗത്യ സംഘത്തെ കബളിപ്പിക്കുകയാണ്. ഒടുവിൽ കടുവയെ ദൗത്യസംഘം കണ്ടു എന്നാണോ വാർത്ത പുറത്തു വരുന്നത്? വിശദാംശങ്ങൾ ശിവദാസ്. അനിൽ, ഏകദേശം അരമണിക്കൂർ മുൻപാണ് ദൗത്യ സംഘം കടുവയെ കണ്ടെത്തിയത്. കണ്ണൻകൈ എന്ന ഭാഗത്താണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് ദൗത്യ സംഘം. പക്ഷേ ഇപ്പോഴും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കടുവ ഈ ഭാഗത്തു നിന്നും മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചൊരു ദുർഘട പാത കൂടിയാണ്. ഇതൊരു ചെങ്കുത്തായ ഒരു മേഖല കൂടിയാണ്. നിറയെ കാട് പിടിച്ച ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കടുവയെ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് 7ാമത്തെ ദിവസമാണ് കടുവയെ തിരഞ്ഞുകൊണ്ടുള്ള ദൗത്യ സംഘത്തിന്റെ ഈ ദൗത്യം തുടങ്ങിയിട്ട്. നേരത്തെ ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ ഈ കടുവ കടിച്ചു കൊന്നിരുന്നു. അതിനുശേഷമാണ് ദൗത്യം കടുവയെ പിടികൂടുന്നതിന് വേണ്ടി ആരംഭിച്ചത്. ഇന്ന് 7 ദിവസം ആയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോ ഏകദേശം അരമണിക്കൂർ മുൻപ് കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 4 സംഘങ്ങളായി ഇപ്പോഴും കടുവയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി വെക്കാനുള്ള സംവിധാനങ്ങൾ അടക്കം ഈ ദൗത്യ സംഘവും എല്ലാം സജ്ജമായിട്ടാണ് ഇപ്പോൾ കാടിനുള്ളിൽ ഉള്ളത്. DFO അടക്കമുള്ള വിദഗ്ധ സംഘം ഈ ദൗത്യ സംഘത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ മയക്കുവെടി വെക്കുന്ന വിദഗ്ധ സംഘവും കൂടെയുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള വിദഗ്ധ സംഘം തന്നെയാണ് ഈ ദൗത്യ സംഘത്തിന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ മയക്കുവെടി വെച്ചാൽ ഉടനെ തന്നെ താഴേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 2 കൊങ്കിയാനകളെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്. കുഞ്ചു എന്ന കൊങ്കിയാനയും അതോടൊപ്പം തന്നെ കോന്നി സുരേന്ദ്രനും സജ്ജമാണ്. എന്തായാലും ഇപ്പോൾ കടുവയെ കണ്ടെത്തി എന്നൊരു വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. കടുവയെ അധികം വൈകാതെ തന്നെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസംഘമുള്ളത്. അനിൽ, കാളികാവുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്തായാലും അവർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.